ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കൂടുതലും നമ്മൾ എന്താ പറയുക, പുറമേയുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. ഇന്ന് നിങ്ങളെല്ലാവരും നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള പുഴയിലാണ് കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്, നല്ല വെയിലാണ്. നമ്മുടെ ഇവിടുത്തെ പുഴയും കാര്യങ്ങളൊക്കെ നല്ലോണം പറ്റിക്കിടക്കുന്നൊരു സമയമാണ്. അതായത് തീരെ വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ വീട് ഇവിടെ നിന്ന് കുറച്ച് മേലെ ആയതുകൊണ്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം. ഓക്കെ, അപ്പം നല്ല കാടാണ് കേട്ടോ. അപ്പം പുഴയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭീകരമാണ്. കാരണം ഇഴജന്തുക്കളും ഈ വെയിലുള്ള സമയത്ത് ഈ പുഴയിൽ തണുപ്പുള്ളതുകൊണ്ട് ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളൊരു സമയമാണിത്. അപ്പോൾ സൂക്ഷിച്ച് പോയിട്ടില്ലേ പണി കിട്ടും. നമ്മളിന്ന് പോകുന്നത് നമുക്ക് മീൻ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അറിയാനാണ്. കാരണം പുഴയിലെ വെള്ളമൊക്കെ പറ്റി കിടക്കുന്ന സമയത്താണ് നമുക്ക് മീനൊക്കെ പിടിക്കാനുള്ളൊരു, കുഴിയിലൊക്കെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴി വറ്റിച്ചിട്ട് മീൻ പിടിക്കാനുള്ളൊരു സംഭവമുണ്ട്. ഒരുപാട് കാലമായിട്ട് ഈ പുഴയിലൊന്നും മീനൊന്നും പിടിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പം നല്ലോണം മീനൊക്കെ ഉള്ളൊരു സമയമാണ്. ഓക്കെ, നമുക്ക് നല്ല ചെന്ന് നോക്കാം. പുഴയിൽ കൂടെ മേലോട്ട് കയറി ചെന്ന് നോക്കാം. നമുക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇങ്ങനെ റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി പോകണം. ഭയങ്കര കാടായി കേട്ടോ. നമ്മൾ പണ്ട് ചെറുപ്പത്തിലേക്ക് വന്നിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഇത് ഇറങ്ങി വരാത്തതാണ്, വല്ലാതെ കാടായി. ഇപ്പം ചെറിയ വെള്ളം മാത്രമേ ഉള്ളൂ. പുഴ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ ചീളി പോലെയാണ് വെള്ളം ഒലിക്കുന്നത് കേട്ടോ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ചെറിയ രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ ഇപ്പം. നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. കണ്ടോ, ചെറിയ രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ പണ്ട് കളിച്ച് നടന്ന സ്ഥലമാണ്. ഇവിടെ ഒരു അടക്ക വീട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ അടക്ക മുറുക്കാനും ആൾക്കാരിപ്പം പുകലയും കൂട്ടി മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇവിടെ കിടക്കട്ടെ, നമുക്കിപ്പോൾ ആവശ്യമില്ല. നമ്മൾ പുഴ നോക്കാൻ വന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അകത്തൊക്കെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഒരു കല്ലൊക്കെ പൊങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മീനുണ്ടാവും ഉള്ളിൽ. ഇപ്പം ഇവിടെ കാണുന്നത് ചെറിയ ചെറിയ മീനുകളാണ്. കണ്ടോ, ചെറിയ വാഴയ്ക്കാവരേനും, ഇവിടെ വാഴയ്ക്കാവര എന്നൊക്കെ പറയാം. കല്ലേ മുട്ടി ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നമുക്ക് മേലോട്ട് പോയി നോക്കാം. ഞണ്ടൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് ഞണ്ടുകളെയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റിയ സ്ഥലമാണിത്. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് വരണം. കുറച്ച് കോഴി വേസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇഷ്ടം പോലെ ഞണ്ടിനെയൊക്കെ പിടിക്കാം. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ കൂടുതലായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞണ്ടിനെയൊക്കെ പിടിച്ച് പോകുന്ന സ്ഥലം കേട്ടോ. ഒരുപാട് പക്ഷികളും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് എവിടെ തിരിഞ്ഞാലും. നമ്മൾ വെള്ളം ശുദ്ധിയാക്കാൻ വേണ്ടി വെക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. ചില തോടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ കാണാം. ഈ കല്ലൊക്കെ പൊന്നിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനുണ്ടാവും. ഇപ്പം നമ്മൾ നോക്കുന്നില്ല, നമ്മൾ വെള്ളം പറ്റിയോ എന്ന് നോക്കാനാണ് വന്നത്. വെള്ളം പറ്റിയ കുഴി ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഒലിപ്പില്ലാത്ത കുഴി ഉണ്ടെങ്കിൽ നമുക്കത് ആ വെള്ളം കോരി കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പല പൈപ്പ് ഇട്ടിട്ട് വലിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് ഈ ഒരു കുഴിയിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് മീനിനെ കെട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരൽ എന്നൊക്കെ പറയാം, നമ്മുടെ നാട്ടിൽ ആരൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ്. നോക്കാം, ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. ആണെന്നില്ല, മേലോട്ട് പോയി നോക്കാം. മേലോട്ട് പോകും തോറും ഇവിടെയുള്ള വെള്ളം ഒക്കെ പറ്റി. നമ്മൾ സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ചിളിയിലൊക്കെ അങ്ങനെ പെട്ടെന്ന് വെള്ളം വരുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വെള്ളം നിൽക്കുന്നത്. പണ്ടൊക്കെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും എന്നാൽ നമ്മൾ നല്ല രീതിയിൽ ഒലിക്കുന്ന വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ കൊല്ലങ്ങൾ കഴിയും തോറും ഈ വെള്ളം പറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, ഭൂമീൻ്റെ ഓരോരോ ചൂട് കൂടുന്നതിനനുസരിച്ച് ഉറവ ഇല്ലാണ്ടായിക്കൊണ്ട്, നമ്മുടെ ഭൂമിയിലെ ഉറവയൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ, ഇവിടെയൊക്കെ ഇതൊക്കെ ഈ ഒരു സമയത്തൊക്കെ, അതായത് ഫെബ്രുവരി മാർച്ച് സമയത്തൊക്കെ ഇവിടെ അത്യാവശ്യം നല്ലോണം വെള്ളമുള്ള സ്ഥലമായിരുന്നു. ഓരോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നല്ലോണം വെള്ളം ഉണ്ടാകും. പക്ഷേ ഓരോ കൊല്ലം കഴിയുന്തോറും വെള്ളത്തിൻ്റെയൊക്കെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ മൊത്തത്തിൽ.
കൂടുതൽ കാടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളമുള്ളൂ, ഉറവ തീരെ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ അത്യാവശ്യം വെള്ളം. ഈ വെള്ളം നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ സൈഡിലെ ഈ കുഴിയിലൊക്കെ നമുക്ക് പറ്റിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലിൻ്റെ ഇടയിലൊക്കെ ആരൽ അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ടാവും, നല്ല പുറത്ത് വരും. വെള്ളം പറ്റുന്നതിനനുസരിച്ച് ഈ കല്ലിൻ്റെ ഇടയിലുള്ള മീനുകളൊക്കെ പുറത്ത് വരും. നമുക്ക് മേലോട്ട് വെക്കാം, നല്ല പോയി നോക്കാം. ഭയങ്കര കാടാണ്, ഓടയാണ് കേട്ടോ. ഈ ഓടക്കാടിനുള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വലിയൊരു കുഴിയുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കൂടുതലായിട്ട് കുളിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുഴിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ആരും ഇപ്പോൾ എല്ലാവരും ബാത്റൂം വഴിയല്ലേ, വീട്ടിൽ തന്നെ ബാത്റൂമും കാര്യങ്ങളും ആയാൽ പിന്നെ എല്ലാവരും ആരും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും കുളിക്കാനൊന്നും വരാണ്ടായി. നമ്മൾ കൂടുതലായിട്ട് ഇവിടെയൊക്കെ കുളിക്കാനും ഈ തുണി അലക്കാനൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. തീരെ വെള്ളമില്ല, നല്ലോണം ഇവിടം വരെയൊക്കെ വെള്ളമുള്ള സ്ഥലമാണ്. തീരെ വെള്ളമില്ലാതായി. ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വലിയ വലിയ മീനുണ്ട് കേട്ടോ. ഉണ്ടോ, നമ്മൾ നോക്കിയാൽ മനസ്സിലായി. അതിൽ കൂടെ പായുന്നുണ്ട് വലിയ വലിയ മീനുകൾ. നമ്മളെ കാണുമ്പം പുറത്തോട്ട് വരും. കണ്ടോ കണ്ടോ കണ്ടോ. പക്ഷേ അത് ഗൈസ് നമ്മളിവിടെ നല്ല ഇരുന്ന് നോക്കുവാണ് കേട്ടോ. മീനുകളുടെ എല്ലാം ഉണ്ട്. ഇങ്ങനെ പോകുന്ന നോക്കിയാൽ അറിയാം. ഇതിലൊക്കെ ഉള്ളിൽ കൂടെയൊക്കെ പായുന്നുണ്ട്. ഈ പരമീനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. നല്ല വെള്ളം ഒലിക്കുന്ന ആ ഒരു സൗണ്ട് മാത്രമേ ഇവിടെ കേൾക്കുന്നുള്ളൂ കേട്ടോ. വേറെ സൗണ്ട്, പക്ഷികളുടെ സൗണ്ടും. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. കിളികളുടെ സൗണ്ട് മാത്രം. നല്ല അന്തരീക്ഷം. ഈ ഒരു സമയത്ത് സൂക്ഷിക്കേണ്ടത് പാമ്പുകൾ നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വരുന്നൊരു സമയമാണ്. കാരണം ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ്. ബാക്കി എല്ലായിടത്തും നല്ല ചൂടും, നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നല്ല തണുപ്പുണ്ട്. ഈ ഓടേരെ കാടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. നമ്മൾ മെല്ലെ കുറച്ചും കൂടെ മേലോട്ട് പോയി നോക്കാം കേട്ടോ. മുകളിലോട്ട് പോവാം. ഇവിടെ ഇങ്ങനെ ചപ്പാക്കുന്നുണ്ട്, ചവിട്ടുമ്പോൾ ഭയങ്കര ഒരു സൗണ്ടാണ്. ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ വെള്ളം പറ്റിയെന്ന് പറഞ്ഞാലും മൊത്തമായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും പറ്റത്തില്ല. ഉണ്ടോ, ഇവിടെയൊക്കെ കൂടുതലായിട്ട് ഈ പൈപ്പിൽ കൂടെയാണ് കേട്ടോ. കൂടുതലും നമ്മുടെ തോട്ടിൽ വെള്ളമില്ലാത്തതിൻ്റെ കാര്യം ഈ ഓസ് വഴി, അതായത് ഇങ്ങനെ ഈ ഒരു പൈപ്പ് വഴി ഇങ്ങനെ വെള്ളം പോകുന്നതാണ്. ഈ പൈപ്പ് വഴി കൂടുതലായിട്ടുള്ള വെള്ളം പോകുമ്പം മേലെ നിന്നുള്ള നമ്മുടെ ഒലിക്കുന്ന വെള്ളം മൊത്തം പൈപ്പ് വഴി അങ്ങ് പോവുകയാണ്. നനയ്ക്കാനും അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. നിങ്ങളൊരു പ്രത്യേകത ഉണ്ടോ, അവിടെ വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളം കാണുന്നില്ല. അതിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് ഇവിടെയാണ് പിന്നെ പൊന്തുന്നത് കേട്ടോ. ഉണ്ടോ, അവിടെ വെള്ളം ഒലിക്കുന്നുണ്ട്, ഇവിടെ വെള്ളം ഒലിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഇത്രയും ഭാഗത്ത് വെള്ളം കാണുന്നില്ല. പിന്നെ ഇവിടെയാണ് വന്ന് പൊന്തുന്നത്. മൊത്തം കല്ലിൻ്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഈ ഓടക്കാട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ വെള്ളം ഇങ്ങനെ ഉള്ളത്, അല്ലെങ്കിൽ അതും പറ്റിപ്പോകും. അങ്ങോട്ട് പോയി നോക്കാം, കാട്ടിക്കൂടെ നടന്നു നോക്കാം. ഇതൊക്കെ ഞണ്ട് കുഴിച്ച് വെച്ചേക്കുന്ന കേട്ടോ. ഇവിടെയൊക്കെ ഞണ്ട് കുഴിച്ച് വെച്ചേക്കുന്ന തുളകളാണ് കാണുന്നത്. ഞണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് അതിന് വേണ്ടി മെനക്കെടണം, എന്നാലേ കിട്ടുള്ളൂ. ഈ ഓടയും കൊണ്ടാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ ഈ കൊട്ട മേയുന്നതും. ഈ കൊട്ടയൊക്കെ മേയാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഓട വെട്ടിക്കൊണ്ട് പോയിട്ട് കൊട്ട ഉണ്ടാക്കാനും പിന്നെ കസാര ഉണ്ടാക്കാനൊക്കെ ഇതൊക്കെ ഉപയോഗിക്കും കേട്ടോ. ശുദ്ധമായ വെള്ളമാണ്. നമുക്ക് നോക്കാം. കുറച്ച് നല്ല തണുപ്പാണ് ഇവിടെ വെള്ളത്തിന് കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ്. ഒരു അശുദ്ധിയില്ല. കാട്ടിനുള്ളിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല തണുത്ത വെള്ളമാണ്. മൃഗങ്ങളൊക്കെ വല്ലതും കാഷ്ടിച്ച് വെച്ചാലേ ഉള്ളൂ. ബാക്കി എല്ലാ രീതിയിലും നല്ല ഒരു അലമ്പില്ലാത്ത വെള്ളമാണ്. നാട്ടിലെ വെള്ളം കുടിക്കാനൊക്കെ പറ്റുന്നതാണെങ്കിൽ. ഓരോ ഓസിക്കൂടെ പോകുന്ന വെള്ളം കണ്ടില്ല, അത്രയും വെള്ളം പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പുഴയിൽ വെള്ളം ഇല്ലാത്തത്. കണ്ടോ, വലിയ പൈപ്പാണ്.
ഇതിനകത്തൂടെയൊക്കെ വെള്ളം പോകുന്ന കഴിയുമ്പോൾ ഒരുപാട് പൈപ്പ് ഉണ്ടാവും. അതാ ഇവിടെ കാണും. ഇതിൻ്റെ അകത്തൂടെയൊക്കെ വെള്ളം ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ പുഴയിൽ വെള്ളം ഇല്ലാണ്ടായി പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ലോണം ഒലിക്കേണ്ടതാണ്. പിന്നെ ആരും കുളിക്കാനൊന്നും ഈ സമയത്ത് വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആ പൈപ്പ് ലീക്കാണ് കേട്ടോ. പൈപ്പ് ലീക്കായിട്ട് വെള്ളം ലീക്കായിട്ട് പോകുന്നുണ്ട്. നല്ലോണം ലീക്കാവുന്നുണ്ട്. ആരുടെ കൃഷിസ്ഥലം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പിൽ വെള്ളം പോകുന്നത് കേട്ടോ. കുടിക്കാനല്ല, കൃഷിസ്ഥലം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പിൽ വെള്ളം കൊണ്ടുപോകുന്നത്. ലീക്കാണ്. അവിടെ ഒരു പൊത്ത് കണ്ടില്ലേ? ആ പൊത്തിൻ്റെ ഉള്ളിലൊക്കെ ഞണ്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ. ഞണ്ട്, ആരൽ, നമ്മുടെ ഇവിടെ ഇതിനൊക്കെ കറി വെച്ച് തിന്നുന്ന മീനുകളാണ്. നമ്മളൊന്നും കൂട്ടില്ല എന്നുള്ളൂ, കൂട്ടുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. അതുതന്നെ ഈ കുഴി നല്ലോണം വെള്ളമുണ്ട്. വെള്ളം ഒലിക്കുന്ന സൗണ്ട് കേട്ടോ. വല്ലാത്തൊരു ഭീകരാന്തരീക്ഷമുള്ള സ്ഥലമാണ്. ഉള്ളിൽ കൂടെ ഒരു ഗുഹ പോലെയാണ്. കയറി പോകാനൊന്നും സ്ഥലമില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. ഇതൊക്കെ ആൾക്കാർ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പൈപ്പിടുന്ന സ്ഥലം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമില്ല കേട്ടോ. ഉറവ കുറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൈപ്പ് എടുത്തുകൊണ്ട് പോയി. ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇടുന്ന ഒരു ചെറിയ കുഴിയാണ് കേട്ടോ. ഇതിനുള്ളിൽ കൂടെ വെള്ളം വന്നിട്ട് ഇത് ഉറവ വരുന്നുണ്ടോ എനിക്ക് വരുന്നത്. ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പൈപ്പിടുന്ന സ്ഥലമാണിത്. ഇപ്പോൾ അതിനെ തീരെ വെള്ളം കുറഞ്ഞുകൊണ്ട് അവർ പൈപ്പ് എടുത്തുകൊണ്ട് പോയിന്നുണ്ട്. ഉറ്റി ഉറ്റി വീഴുന്നുണ്ടോ വെള്ളം. നല്ല അങ്ങോട്ട് പോവാം. ഇവിടെ വലിയ മരമൊക്കെ വെട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒലിപ്പൊന്നും ഇല്ല ഇവിടെ. മൊത്തം ഇതിലേക്ക് നല്ലോണം വെള്ളം ഒലിക്കുന്ന സ്ഥലമാണ്. ഇപ്പം വേനലായതുകൊണ്ടുള്ള വെള്ളമില്ല. ഇവിടെ ഇപ്പം നല്ലോണം വെള്ളം കാണുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം വന്നത് ഫുള്ള് മീനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതുവരെ മീനിന് കാര്യങ്ങളൊന്നും കണ്ടില്ല നമ്മൾ. പക്ഷേ ഇനി നമുക്ക് നടക്കുന്നതിന് വലിയ അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം എന്താ സ്ഥിതി. ഉണ്ടോ ഒരുപാട് ചെറിയ പരമീനുകളെ കാണുന്നുണ്ട്. വലിയ മീനൊന്നും കാണുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് മീനുണ്ടാകുന്നതാണ്. കമ്മഴുക്ക് എന്നൊക്കെ പറഞ്ഞ മീനൊക്കെ ഉണ്ടോ സ്ഥലം കേട്ടോ. വലുതായിട്ട് കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ഭീകരാന്തരീക്ഷമാണ്. നമുക്കിവിടെ പുറമേ നിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ
എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അറിയില്ല, അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അടുത്തൊന്നും വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും നമ്മൾ കാട്ടിൻ്റെ കുറേ ഉള്ളോട്ട് പോകുന്നു. ഒരുപാട് നമ്മൾ ഉള്ളോട്ട് ഇങ്ങ് പോന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മൾ ഉള്ളോട്ട്, കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോന്നിട്ടുണ്ട്. ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ പൈപ്പൊക്കെ ഇട്ട് പോന്നേക്കുന്നത്. പാമ്പ് പോകുന്ന പോലെ ഒരുപാട് പൈപ്പുകൾ ഇങ്ങനെ വളഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെയൊന്നും പരിസരവാസികളോ ഒന്നുമില്ല. പുലിയും കടുവയൊക്കെ ഉള്ള സ്ഥലമാണ്. എന്നാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ താങ്ങാന്നല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനത്തെ സ്ഥലമാണ്. അല്ലാത്ത ഭീകരാന്തരീക്ഷമാണ്. നമുക്ക് മെല്ലെ തിരിച്ച് പോകാതായിരിക്കും നല്ലത്. അതിൽ നേരം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ കൂടെ ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഒറ്റയ്ക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് റിസ്ക്കുള്ള സ്ഥലം തന്നെയാണ്. ഇതിലിപ്പോൾ ഓസിടാൻ വരുന്ന ആൾക്കാരുടെ വഴി ഇവിടെ കാണുന്നുണ്ട് പോകുന്നത്. ഇതിൽ നല്ല കയറി പോവാം. വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ചെറിയൊരു നടവഴി മാത്രമേ ഉള്ളൂ. ഒരുപാട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്തുള്ളൂ. നമ്മൾ പുഴയിൽ നിന്ന് മാറി ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോരുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ സ്ഥലമാണ്. നമ്മൾ ഒരുപാട് കിലോമീറ്റർ നടന്ന് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൃഷി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ചീര കുഴിച്ച് വെച്ചേക്കുന്നതാണ് കണ്ടോ. ഒരുപാട് ചീര കൃഷി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലൈനടിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറിച്ചിട്ട് ഇവരത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ലൈനടിച്ച് വെച്ചേക്കണം.
ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കൂടുതലും നമ്മൾ എന്താ പറയുക, പുറമേയുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. ഇന്ന് നിങ്ങളെല്ലാം നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള പുഴയിലാണ് കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്, നല്ല വെയിലാണ്. നമ്മുടെ ഇവിടുത്തെ പുഴയും കാര്യങ്ങളൊക്കെ നല്ലോണം പറ്റിക്കിടക്കുന്നൊരു സമയമാണ്. അതായത് തീരെ വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ വീട് ഇവിടെ നിന്ന് കുറച്ച് മേലെ ആയതുകൊണ്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം. ഓക്കെ, അപ്പം നല്ല കാടാണ് കേട്ടോ. അപ്പം പുഴയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭീകരമാണ്. കാരണം ഇഴജന്തുക്കളും ഈ വെയിലുള്ള സമയത്ത് ഈ പുഴയിൽ തണുപ്പുള്ളതുകൊണ്ട് ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളൊരു സമയമാണിത്. അപ്പോൾ സൂക്ഷിച്ച് പോയിട്ടില്ലേ പണി കിട്ടും. നമ്മളിന്ന് പോകുന്നത് നമുക്ക് മീൻ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അറിയാനാണ്. കാരണം പുഴയിലെ വെള്ളമൊക്കെ പറ്റി കിടക്കുന്ന സമയത്താണ് നമുക്ക് മീനൊക്കെ പിടിക്കാനുള്ളൊരു, കുഴിയിലൊക്കെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴി പറ്റിച്ചിട്ട് മീൻ പിടിക്കാനുള്ളൊരു സംഭവമുണ്ട്. ഒരുപാട് കാലമായിട്ട് ഈ പുഴയിലൊന്നും മീനൊന്നും പിടിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പം നല്ല മീനൊക്കെ ഉള്ളൊരു സമയമാണ്. ഓക്കെ, നമുക്ക് നല്ല ചെന്ന് നോക്കാം. പുഴയിൽ കൂടെ മേലോട്ട് കയറി ചെന്ന് നോക്കാം. അപ്പം നമുക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇങ്ങനെ റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി പോകണം. ഭയങ്കര കാടായി കേട്ടോ. നമ്മൾ പണ്ട് ചെറുപ്പത്തിലേക്ക് വന്നിട്ടുള്ള സ്ഥലമാണ്, പക്ഷേ ഇപ്പം അത് ഇറങ്ങി വരാത്തതാണ്, വല്ലാതെ കാടായി. ഇപ്പം ചെറിയ വെള്ളം മാത്രമേ ഉള്ളൂ. പുഴ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ ചീളി പോലെയാണ് വെള്ളം ഒലിക്കുന്നത് കേട്ടോ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ചെറിയ രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. കണ്ടോ, ചെറിയ രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ പണ്ട് കളിച്ച് നടന്ന സ്ഥലമാണ്. ഇവിടെ ഒരു അടക്ക വീട് കിടക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, നമ്മുടെ അടക്ക മുറുക്കാനും ആൾക്കാരിപ്പം പുകലയും കൂട്ടി മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അവിടെ കിടക്കട്ടെ, നമുക്കിപ്പോൾ ആവശ്യമില്ല. നമ്മൾ പുഴ നോക്കാൻ വന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അകത്തൊക്കെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഒരു കല്ലൊക്കെ പൊങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മീനുണ്ടാവും ഉള്ളിൽ. ഇപ്പം ഇവിടെ കാണുന്നത് ചെറിയ ചെറിയ മീനുകളാണ്. കണ്ടോ, ചെറിയ വാഴക്കാവരേനും, ഇവിടെ വാഴക്കാവര എന്നൊക്കെ പറയാം, കല്ലേ മുട്ടി ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നമുക്ക് മേലോട്ട് പോയി നോക്കാം. ഈ ഞണ്ടൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് ഞണ്ടുകളെയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് വരണം. കുറച്ച് കോഴി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇഷ്ടം പോലെ ഞണ്ടിനെയൊക്കെ പിടിക്കാം. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ കൂടുതലായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞണ്ടിനെയൊക്കെ പിടിച്ച് പോകുന്ന സ്ഥലം കേട്ടോ. ഒരുപാട് പക്ഷികളും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് എവിടെ തിരിഞ്ഞാലും. നമ്മൾ വെള്ളം ശുദ്ധിയാക്കാൻ വേണ്ടി വെക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. ചില തോടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ കാണാം. ഈ കല്ലൊക്കെ പൊന്നിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനുണ്ടാവും. ഇപ്പം നമ്മൾ നോക്കുന്നില്ല, നമ്മൾ വെള്ളം പറ്റിയോ എന്ന് നോക്കാനാണ് വന്നത്. വെള്ളം പറ്റിയ കുഴി ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഒലിപ്പില്ലാത്ത കുഴി ഉണ്ടെങ്കിൽ നമുക്കത് ആ വെള്ളം കോരി കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പല പൈപ്പ് ഇട്ടിട്ട് വലിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, അടുത്ത് ഈ ഒരു കുഴിയിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് മീനിനെ കെട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരൽ എന്നൊക്കെ പറയാം, നമ്മുടെ നാട്ടിൽ ആരൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ്. നോക്കാം, ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. ആണെന്നില്ല, മേലോട്ട് പോയി നോക്കാം. മേലോട്ട് പോകും തോറും ഇവിടെയുള്ള വെള്ളം ഒക്കെ പറ്റി. നമ്മൾ സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ചിളിയിലൊക്കെ അങ്ങനെ പെട്ടെന്ന് വെള്ളം വരുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വെള്ളം നിൽക്കുന്നത്. പണ്ടൊക്കെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും എന്നാൽ നമ്മൾ നല്ല രീതിയിൽ ഒലിക്കുന്ന വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഓരോ കൊല്ലങ്ങൾ കഴിയും തോറും ഈ വെള്ളം പറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, ഭൂമീൻ്റെ ഓരോരോ ചൂട് കൂടുന്നതിനനുസരിച്ച് ഉറവ ഇല്ലാണ്ടായിക്കൊണ്ട്, നമ്മുടെ ഭൂമിയിലെ ഉറവയൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ, ഇവിടെയൊക്കെ ഇതൊക്കെ ഈ ഒരു സമയത്തൊക്കെ, അതായത് ഫെബ്രുവരി മാർച്ച് സമയത്തൊക്കെ ഇവിടെ അത്യാവശ്യം നല്ലോണം വെള്ളമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നല്ലോണം വെള്ളം ഉണ്ടാകും. പക്ഷേ ഓരോ കൊല്ലം കഴിയുന്തോറും വെള്ളത്തിൻ്റെയൊക്കെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ മൊത്തത്തിൽ.
കൂടുതൽ കാടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളമുള്ളൂ, ഉറവ തീരെ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ അത്യാവശ്യം വെള്ളം. ഈ വെള്ളം നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ സൈഡിലെ ഈ കുഴിയിലൊക്കെ നമുക്ക് പറ്റിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലിൻ്റെ ഇടയിലൊക്കെ ആരൽ അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ടാവും, നല്ല പുറത്ത് വരും. വെള്ളം പറ്റുന്നതിനനുസരിച്ച് ഈ കല്ലിൻ്റെ ഇടയിലുള്ള മീനുകളൊക്കെ പുറത്ത് വരും. നമുക്ക് മേലോട്ട് വെക്കാം, നല്ല പോയി നോക്കാം. ഭയങ്കര കാടാണ്, ഓടയാണ് കേട്ടോ. ഈ ഓടക്കാടിനുള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വലിയൊരു കുഴിയുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കൂടുതലായിട്ട് കുളിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുഴിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ആരും ഇപ്പം എല്ലാവരും ബാത്റൂം വഴിയല്ലേ, വീട്ടിൽ തന്നെ ബാത്റൂമും കാര്യങ്ങളും ആയാൽ പിന്നെ ആരും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും കുളിക്കാനൊന്നും വരാണ്ടായി. നമ്മൾ കൂടുതലായിട്ട് ഇവിടെയൊക്കെ കുളിക്കാനും ഈ തുണി അലക്കാനൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. തീരെ വെള്ളമില്ല, നല്ലോണം ഇവിടം വരെയൊക്കെ വെള്ളമുള്ള സ്ഥലമാണ്. തീരെ വെള്ളമില്ലാതായി. ഉണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വലിയ വലിയ മീനുണ്ട് കേട്ടോ. ഉണ്ടോ, നമ്മൾ നോക്കിയാൽ മനസ്സിലായി. ഇവിടെ പായുന്നുണ്ട് വലിയ വലിയ മീനുകൾ. നമ്മളെ കാണുമ്പം പുറത്തോട്ട് വരും. കണ്ടോ കണ്ടോ കണ്ടോ. പക്ഷേ അത് നമ്മളിവിടെ നല്ല ഇരുന്ന് നോക്കുവാണ് കേട്ടോ. മീനുകളുടെ എല്ലാം ഉണ്ട്. മീൻ പോയി നോക്കി അറിയാം. ഇതിലൊക്കെ ഉള്ളിൽ കൂടെയൊക്കെ പായുന്നുണ്ട്. ഈ പരമീനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. എല്ലാം വെള്ളം ഒലിക്കുന്ന ആ ഒരു സൗണ്ട് മാത്രമേ ഇവിടെ കേൾക്കുന്നുള്ളൂ കേട്ടോ. വേറെ സൗണ്ട്, പക്ഷികളുടെ സൗണ്ടും. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. കിളികളുടെ സൗണ്ട് മാത്രം. നല്ല അന്തരീക്ഷം. ഈ ഒരു സമയത്ത് സൂക്ഷിക്കേണ്ടത് പാമ്പുകൾ നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വരുന്നൊരു സമയമാണ്. കാരണം ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ്. ബാക്കി എല്ലായിടത്തും നല്ല ചൂടും, നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നല്ല തണുപ്പുണ്ട്. ഈ ഓടേരെ കാടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. നമ്മൾ മെല്ലെ കുറച്ചും കൂടെ മേലോട്ട് പോയി നോക്കാം കേട്ടോ. മുകളിലോട്ട് പോവാം. ഇവിടെ ഇങ്ങനെ ചപ്പാക്കുന്നുണ്ട്, ചവിട്ടുമ്പോൾ ഭയങ്കര ഒരു സൗണ്ടാണ്. ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ വെള്ളം പറ്റിയെന്ന് പറഞ്ഞാലും മൊത്തമായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും പറ്റത്തില്ല. ഇവിടെയൊക്കെ കൂടുതലായിട്ട് ഈ പൈപ്പിൽ കൂടെയാണ് കേട്ടോ. കൂടുതലും നമ്മുടെ തോട്ടിൽ വെള്ളമില്ലാത്തതിൻ്റെ കാര്യം ഈ ഓസ് വഴി, അതായത് ഇങ്ങനെ ഈ ഒരു പൈപ്പ് വഴി ഇങ്ങനെ വെള്ളം പോകുന്നതാണ്. ഈ പൈപ്പ് വഴി കൂടുതലായിട്ടുള്ള വെള്ളം പോകുമ്പം മേലെ നിന്നുള്ള നമ്മുടെ ഒലിക്കുന്ന വെള്ളം മൊത്തം പൈപ്പ് വഴി അങ്ങ് പോവുകയാണ്. നനയ്ക്കാനും അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. നിങ്ങളൊരു പ്രത്യേകത ഉണ്ടോ, അവിടെ വെള്ളം താന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളം കാണുന്നില്ല. അതിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് ഇവിടെയാണ് പിന്നെ പൊന്തുന്നത് കേട്ടോ. ഉണ്ടോ, അവിടെ വെള്ളം ഒലിക്കുന്നുണ്ട്, ഇവിടെ വെള്ളം ഒലിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഇത്രയും ഭാഗത്ത് വെള്ളം കാണുന്നില്ല. പിന്നെ ഇവിടെയാണ് വന്ന് പൊന്തുന്നത്. മൊത്തം കല്ലിൻ്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഈ ഓടക്കാട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ വെള്ളം ഇങ്ങനെ ഉള്ളത്, അല്ലെങ്കിൽ അതും പറ്റിപ്പോകും. അങ്ങോട്ട് പോയി നോക്കാം, കാട്ടിക്കൂടെ നടന്നു നോക്കാം. ഇതൊക്കെ ഞണ്ട് കുഴിച്ച് വെച്ചേക്കുന്ന കേട്ടോ. ഇവിടെയൊക്കെ ഞണ്ട് കുഴിച്ച് വെച്ചേക്കുന്ന തുളകളാണ് കാണുന്നത്. ഞണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് അതിന് വേണ്ടി മെനക്കെടണം, എന്നാലേ കിട്ടുള്ളൂ. ഈ ഓടയും കൊണ്ടാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ ഈ കൊട്ട മേയുന്നതും. ഈ കൊട്ടയൊക്കെ മേയാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഓട വെട്ടിക്കൊണ്ട് പോയിട്ട് കൊട്ട ഉണ്ടാക്കാനും പിന്നെ കസാര ഉണ്ടാക്കാനൊക്കെ ഇതൊക്കെ ഉപയോഗിക്കും കേട്ടോ. ശുദ്ധമായ വെള്ളമാണ്. നമുക്ക് നോക്കാം. കുറച്ച് നല്ല തണുപ്പാണ് ഇവിടെ വെള്ളത്തിന് കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ്, ഒരു അശുദ്ധിയില്ല. കാട്ടിനുള്ളിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ മൃഗങ്ങളൊക്കെ വല്ലതും കാഷ്ടിച്ച് വെച്ചാലേ ഉള്ളൂ. ബാക്കി എല്ലാ രീതിയിലും നല്ല ഒരു അലമ്പില്ലാത്ത വെള്ളമാണ്. നാട്ടിലെ വെള്ളം കുടിക്കാനൊക്കെ പറ്റുന്നതാണെങ്കിൽ കേട്ടോ. ഓരോ ഓസിക്കൂടെ പോകുന്ന വെള്ളം കണ്ടില്ല, അത്രയും വെള്ളം പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പുഴയിൽ വെള്ളമില്ലാത്ത. കണ്ടോ, വലിയ പൈപ്പാണ്.
ഇതിനകത്തൂടെയൊക്കെ വെള്ളം പോകുന്ന കഴിയുമ്പോൾ ഒരുപാട് പൈപ്പ് ഉണ്ടാവും. അതാ ഇവിടെ കാണും. ഇതിൻ്റെ അകത്തൂടെയൊക്കെ വെള്ളം ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ പുഴയിൽ വെള്ളം ഇല്ലാണ്ടായി പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ലോണം ഒലിക്കേണ്ടതാണ്. പിന്നെ ആരും കുളിക്കാനൊന്നും ഈ സമയത്ത് വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓസ് ആ പൈപ്പ് ലീക്കാണ് കേട്ടോ. പൈപ്പ് ലീക്കായിട്ട് വെള്ളം ലീക്കായിട്ട് പോകുന്നുണ്ട്. നല്ലോണം ലീക്കാവുന്നുണ്ട്. അവരുടെ കൃഷിസ്ഥലം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പിൽ വെള്ളം പോകുന്നത് കേട്ടോ. കുടിക്കാനല്ല, കൃഷിസ്ഥലം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പിൽ വെള്ളം കൊണ്ടുപോകുന്നത്. ലീക്കാണ്. ഉണ്ടോ അവിടെ ഒരു പൊത്ത് കണ്ടില്ലേ? ആ പൊത്തിൻ്റെ ഉള്ളിലൊക്കെ ഞണ്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ. ഞണ്ട്, ആരൽ, നമ്മുടെ ഇവിടെ ഇതിനൊക്കെ കറി വെച്ച് തരുന്ന മീനുകളാണ്. നമ്മളൊന്നും കൂട്ടില്ല എന്നുള്ളൂ, കൂട്ടുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ കുഴി നല്ലോണം വെള്ളമുണ്ട്. വെള്ളം ഒലിക്കുന്ന സൗണ്ട് കേട്ടോ. വല്ലാത്തൊരു ഭീകരാന്തരീക്ഷമുള്ള സ്ഥലമാണ്. ഉള്ളിൽ കൂടെ ഒരു ഗുഹ പോലെയാണ്. കയറി പോകാനൊന്നും സ്ഥലമില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. ഇതൊക്കെ ആൾക്കാർ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പൈപ്പിടുന്ന സാധനം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമില്ല കേട്ടോ. ഉറവ കുറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൈപ്പ് എടുത്തുകൊണ്ട് പോയി. ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇടുന്ന ഒരു ചെറിയ കുഴിയാണ് കേട്ടോ. ഉള്ളിൽ കൂടെ വെള്ളം വന്നിട്ട് ഇത് ഉറവ വരുന്നുണ്ടോ എനിക്ക് വരുന്നത്. ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പൈപ്പ് ഇടുന്ന സ്ഥലമാണിത്. ഇപ്പോൾ അതിനെ തീരെ വെള്ളം കുറഞ്ഞുകൊണ്ട് അവർ പൈപ്പ് എടുത്തുകൊണ്ട് പോയിന്നുണ്ട്. ഉറ്റി ഉറ്റി വീഴുന്നുണ്ടോ വെള്ളം? നല്ല അങ്ങോട്ട് പോവാം. ഇവിടെ വലിയ മരമൊക്കെ വിട്ടിട്ട് നടക്കാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒലിപ്പൊന്നും ഇല്ല ഇവിടെ. മൊത്തം ഇതിലേക്ക് നല്ലോണം വെള്ളം ഒലിക്കുന്ന സ്ഥലമാണ്. ഇപ്പം വേനലായതുകൊണ്ടുള്ള വെള്ളമില്ല. ഇവിടെ ഇപ്പം നല്ലോണം വെള്ളം കാണുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം വന്നത് ഫുള്ള് മീനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതുവരെ മീനിനെ കാര്യങ്ങളൊന്നും കണ്ടില്ല നമ്മൾ. പക്ഷേ ഇനി നമുക്ക് നടക്കുന്നതിന് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം എന്താ സ്ഥിതി. ഉണ്ടോ ഒരുപാട് ചെറിയ പരമീനുകളെ കാണുന്നുണ്ട്. വലിയ മീനൊന്നും കാണുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് മീനുണ്ടാകുന്നതാണ്. കമ്മഴുക്ക് എന്നൊക്കെ പറഞ്ഞ മീനൊക്കെ ഉണ്ടോ സ്ഥലം കേട്ടോ. വലുതായിട്ട് കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ഭീകരാന്തരീക്ഷമാണ്. നമുക്കിവിടെ പുറമേ നിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ
എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അറിയില്ല, അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അടുത്തൊന്നും വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും നമ്മൾ കാട്ടിൻ്റെ കുറേ ഉള്ളോട്ട് പോകുന്നു. ഒരുപാട് നമ്മൾ ഉള്ളോട്ടിങ്ങ് പോന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മൾ ഉള്ളോട്ട്, കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ പൈപ്പൊക്കെ ഇട്ട് പോന്നേക്കുന്നത്. പാമ്പ് പോകുന്ന പോലെ ഒരുപാട് പൈപ്പുകൾ ഇങ്ങനെ വളഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ ഒന്നും പരിസരവാസികളോ ഒന്നുമില്ല. പുലിയും കടുവയൊക്കെ ഉള്ള സ്ഥലമാണ്. എന്നാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ താങ്ങാന്നല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അല്ലാത്ത ഭീകരാന്തരീക്ഷമാണ്. നമുക്ക് നല്ല തിരിച്ച് പോകാതായിരിക്കും നല്ലത്. അതിൽ നേരം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ കൂടെ ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഒറ്റയ്ക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് റിസ്ക്കുള്ള സ്ഥലം തന്നെയാണ്. ഇതിലിപ്പോൾ ഓസിടാൻ വരുന്ന ആൾക്കാരുടെ വഴി ഇവിടെ കാണുന്നുണ്ട് പോകുന്നത്. ഇതിലും നല്ല കയറിപ്പോവാം. വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ചെറിയൊരു നടവഴി മാത്രമേ ഉള്ളൂ. ഒരുപാട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്തുള്ളൂ. നമ്മൾ പുഴയിൽ നിന്ന് മാറി ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോരുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ സ്ഥലമാണ്. നമ്മൾ ഒരുപാട് കിലോമീറ്റർ നടന്ന് ഇപ്പുറം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൃഷി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ചീര കുഴിച്ച് വെച്ചേക്കുന്നതാണ് കണ്ടോ. ഒരുപാട് ചീര കൃഷി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലൈനടിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറിച്ചിട്ട് ഇവരത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ലൈനടിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. നമ്മളിന്ന് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കൂടുതലും നമ്മൾ എന്താ പറയുക, പുറമേയുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. ഇന്ന് നിങ്ങളെല്ലാം നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള പുഴയിലാണ് കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്. നല്ല വെയിലാണ്. നമ്മുടെ ഇവിടുത്തെ പുഴയും കാര്യങ്ങളൊക്കെ നല്ലോണം പറ്റിക്കിടക്കുന്നൊരു സമയമാണ്. അതായത് തീരെ വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ വീട് ഇവിടെ നിന്ന് കുറച്ച് മേലെ ആയതുകൊണ്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം. ഓക്കെ, അപ്പം നല്ല കാടാണ് കേട്ടോ. അപ്പം പുഴയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭീകരമാണ്. കാരണം ഇഴജന്തുക്കളും ഈ വെയിലുള്ള സമയത്ത് ഈ പുഴയിൽ തണുപ്പുള്ളതുകൊണ്ട് ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ സൂക്ഷിച്ച് പോയിട്ടില്ല പണി കിട്ടും. നമ്മളിന്ന് പോകുന്നത് നമുക്ക് മീൻ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അറിയാനാണ്. കാരണം പുഴയിലെ വെള്ളമൊക്കെ പറ്റി കിടക്കുന്ന സമയത്താണ് നമുക്ക് മീനൊക്കെ പിടിക്കാനുള്ളൊരു, കുഴിയിലൊക്കെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴി പറ്റിച്ചിട്ട് മീൻ പിടിക്കാനുള്ളൊരു സംഭവമുണ്ട്. ഒരുപാട് കാലമായിട്ട് ഈ പുഴയിലൊന്നും മീനൊന്നും പിടിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പം നല്ലോണം മീനൊക്കെ ഉള്ളൊരു സമയമാണ്. ഓക്കെ, നമുക്ക് നല്ല ചെന്ന് നോക്കാം. പുഴയിൽ കൂടെ മേലോട്ട് കയറി ചെന്ന് നോക്കാം. നമുക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇങ്ങനെ റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി പോകണം. ഭയങ്കര കാടായി കേട്ടോ. നമ്മൾ പണ്ട് ചെറുപ്പത്തിലേക്ക് വന്നിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഇത് ഇറങ്ങി വരാത്തതാണ്. നല്ലത് കാടായി. ഇപ്പം ചെറിയ വെള്ളം മാത്രമേ ഉള്ളൂ. പുഴ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ ചീളി പോലെയാണ് വെള്ളം ഒലിക്കുന്നത് കേട്ടോ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ചെറിയ രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ ഇപ്പം. നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. കണ്ടോ, ചെറിയ രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ പണ്ട് കളിച്ച് നടന്ന സ്ഥലമാണ്. ഇവിടെ ഒരു അടക്ക വീട് കിടക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, നമ്മുടെ അടക്ക മുറുക്കാനും ആൾക്കാരിപ്പം പുകലയും കൂട്ടി മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അവിടെ കിടക്കട്ടെ, നമുക്കിപ്പോൾ ആവശ്യമില്ല. നമ്മൾ പുഴ നോക്കാൻ വന്നതാണ്.
ഗൈസ് ഇതിൻ്റെ അകത്തൊക്കെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഒരു കല്ലൊക്കെ പൊങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മീനുണ്ടാവും ഉള്ളിൽ. ഇപ്പം ഇവിടെ കാണുന്നത് ചെറിയ ചെറിയ മീനുകളാണ് കണ്ടോ. ചെറിയ വാഴയ്ക്കാവരേനും ഇവിടെ വാഴയ്ക്കാവര എന്നൊക്കെ പറയാം. കല്ലേ മുട്ടി ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നമുക്ക് മേലോട്ട് പോയി നോക്കാം. ഈ ഞണ്ടൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് ഞണ്ടുകളെയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റിയ സ്ഥലമാണിത്. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് വരണം. കുറച്ച് കോഴി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇഷ്ടം പോലെ ഞണ്ടിനെയൊക്കെ പിടിക്കാം. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ കൂടുതലായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞണ്ടിനെയൊക്കെ പിടിച്ച് പോകുന്ന സ്ഥലം കേട്ടോ. ഒരുപാട് പക്ഷികളും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് എവിടെ തിരിഞ്ഞാലും. നമ്മൾ വെള്ളം ശുദ്ധിയാക്കാൻ വേണ്ടി വെക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. ചില തോടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ കാണാം. ഈ കല്ലൊക്കെ പൊന്നിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനുണ്ടാവും. ഇപ്പം നമ്മൾ നോക്കുന്നില്ല, നമ്മൾ വെള്ളം പറ്റിയോ എന്ന് നോക്കാനാണ് വന്നത്. വെള്ളം പറ്റിയ കുഴി ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഒലിപ്പില്ലാത്ത കുഴി ഉണ്ടെങ്കിൽ നമുക്കത് ആ വെള്ളം കോരി കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പല പൈപ്പ് ഇട്ടിട്ട് വലിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് ഈ ഒരു കുഴിയിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് മീനിനെ കെട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരൽ എന്നൊക്കെ പറയാം, നമ്മുടെ നാട്ടിൽ ആരൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ്. നോക്കാം, ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. ആണെന്നില്ല. മേലോട്ട് പോയി നോക്കാം. മേലോട്ട് പോകും തോറും ഇവിടെയുള്ള വെള്ളം ഒക്കെ പറ്റി. നമ്മൾ സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ചിളിയിലൊക്കെ അങ്ങനെ പെട്ടെന്ന് വെള്ളം വരുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വെള്ളം നിൽക്കുന്നത്. പണ്ടൊക്കെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും എന്നാൽ നമ്മൾ നല്ല രീതിയിൽ ഒലിക്കുന്ന വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഓരോ കൊല്ലങ്ങൾ കഴിയും തോറും ഈ വെള്ളം പറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, ഭൂമീൻ്റെ ഓരോരോ ചൂട്